പുരസ്കാര സമർപ്പണവും നിർധനരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണവും. ഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ആലുവ നമ്പൂരിമഠം ഓഡിറ്റോറിയത്തിൽ ഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ ഷാഹിദ എൻ കളമശ്ശേരിയുടെ അധ്യക്ഷതയിൽ നടന്ന സാമൂഹിക സാംസ്കാരിക നവമാധ്യമ മേഖലയിലുള്ളവരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സംഗമം. ഹൃദയപൂർവ്വം 2025 ആലുവ നഗരസഭാ കൗൺസിലർ ബെറ്റി പോൾ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കുള്ള പുരസ്കാര സമർപ്പണം പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ PMA സലാം നിർവഹിച്ചു. മഞ്ഞുമൽ ബോയ്സ് ചലച്ചിത്രത്തിന് വേണ്ടി ശബ്ദമിശ്രണം നടത്തി സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കരസ്ഥമാക്കിയ ഫസൽ എ ബക്കർ, ജീവകാരുണ്യ പ്രവർത്തകൻ രാജീവ് കിളിക്കൂട്, മലബാർ മീഡിയ ബ്യൂറോ ചീഫ് അജീഷ് മൈക്കിൾ, ജീവകാരുണ്യ പ്രവർത്തകൻ സുകുമാരൻ പട്ടാമ്പി, പ്രമുഖ മജീഷ്യനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ഷഹബാസ് ചെർപ്പുളശ്ശേരി, ജീവകാരുണ്യ പ്രവർത്തകൻ ഖബീർ അഹമ്മദ് എന്നിവർ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങി. ചടങ്ങിൽ സംസ്ഥാന ന്യൂനപക്ഷ കോർപ്പറേഷൻ ഡയറക്ടർ TP അബ്ദുൽ അസീസിന് മുഖ്യപ്രഭാഷണം നടത്തി. നിർധനരായ രോഗികൾക്കുള്ള മരുന്ന് വിതരണം കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ PD ജോൺസൺ നിർവഹിച്ചു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് തണൽ റവന്യൂ ടവർ കൂട്ടായ്മ ഫൗണ്ടർ സുൽഫി ഷഹീദ്, വോയിസ് ഓഫ് ഡിസേബിൾ സംസ്ഥാന പ്രസിഡന്റ് നാസർ മനയിൽ, തണൽ റവന്യൂ ടവർ സംസ്ഥാന പ്രസിഡന്റ് മായ VS നായർ, നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി മൈനോറിറ്റി ദേശീയ ജനറൽ സെക്രട്ടറി കുര്യൻ എബ്രഹാം, ഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ട്രഷറർ മനാഫ് വേണാട് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഷഹബാസ് ചെർപ്പുളശ്ശേരി അവതരിപ്പിച്ച മാജിക് ഷോയും മുഹമ്മദ് അലി പാലക്കാടിന്റെ നാടകവും മറ്റു കലാപരിപാടികളും അരങ്ങേറി. ഹൃദയം ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് സുധീർ കാട്ടിത്തറയിലിന്റെ നന്ദി പ്രകാശനത്തോടെ വൈകിട്ട് 5 മണിയോടുകൂടി പരിപാടികൾ അവസാനിച്ചു. മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി ധന്യാമോൾ, കൊച്ചിയിൽ നിന്നും.